ഹലോ, ലൈഫ് അറ്റ് ദി നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സദ്യയിലെ മറ്റൊരു നാടൻ വിഭവം രുചികരമായ അമരയ്ക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സമയം കളയാതെ പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ കുറച്ച് അമരയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത പിഞ്ച് അമരയ്ക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനെ ഞാൻ രണ്ടായിട്ട് കീറിയിട്ടാണ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടും. ഏകദേശം ഈ പരുവത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു സവാളയും കൂടി എടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അമരയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു പിടി തേങ്ങ, അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ജീരകം, പിന്നെ വെളുത്തുള്ളി. ഒരു 3 വെളുത്തുള്ളി വേണം. ഞാനിപ്പോൾ വലുതായതുകൊണ്ട് ഒന്നാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ചതച്ചെടുക്കണം. നന്നായി വഴറ്റിയതിന് ശേഷം ഏകദേശം പകുതി വേഗമാകുമ്പോൾ അതിൻ്റെ നടുക്കോട്ട് അരപ്പ് ചേർത്ത്, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം. അരപ്പ് നന്നായിട്ട് പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആവുന്നത് വരെ ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സിമ്പിളായിട്ടുള്ളൊരു അമരയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓണം സീരീസിൻ്റെ അടുത്ത വിഭവവുമായി ഉടൻ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.